ലൈവ് ന്യൂസ് പുതുക്കാട്. മരച്ചില്ലകളിൽ കുടുങ്ങി വെളിച്ചമില്ലാതെ ഹൈമാസ്റ്റ് ലൈറ്റ്. ആമ്പല്ലൂർ കല്ലൂർ വഴിയിൽ വില്ലേജ് ഓഫീസിനോട് ചേർന്നുള്ള പഞ്ചായത്ത് പറമ്പിൽ ഏതു സമയവും വീടാറായി നിൽക്കുന്ന പാഴ്മരങ്ങൾക്കിടയിൽപ്പെട്ട് വെളിച്ചമില്ലാതെ ഹൈമാസ്റ്റ് ലൈറ്റ്. ലക്ഷങ്ങൾ മുടക്കി MLA ഫണ്ടിൽ നിർമ്മിച്ച കല്ലൂർ വഴിയിലെ ഹൈമാസ്റ്റ് ലൈറ്റിൽ നിന്നും വെളിച്ചം കിട്ടാതെ ബുദ്ധിമുട്ടുകയാണ് നാട്ടുകാരും വഴിയാത്രക്കാരും. രാത്രിയായാൽ പ്രദേശത്ത് കണ്ണു കാണാത്ത അവസ്ഥയാണ്. പലതവണ പഞ്ചായത്തിലും വില്ലേജിലും പരാതി നൽകിയിട്ടും ഇതുവരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ലെന്ന് സമീപത്തുള്ള ഓട്ടോ തൊഴിലാളികൾ പറയുന്നു. മാത്രമല്ല, പഞ്ചായത്തിന്റെ ഈ സ്ഥലത്ത് പടർന്ന് പന്തലിച്ചു നിൽക്കുന്ന പാഴ്മരങ്ങൾ ഏത് സമയവും റോഡിലേക്ക് വീഴുന്ന അവസ്ഥയിലാണ്. അപകടങ്ങൾ ഉണ്ടാകുന്നതുവരെ മൗനം പാലിച്ച് അപകടങ്ങൾ ഉണ്ടാകുമ്പോൾ വിലപിക്കുന്ന അധികൃതരുടെ നിലപാട് ഇനിയെങ്കിലും തിരുത്തപ്പെടേണ്ടതാണ്. ലക്ഷങ്ങൾ മുടക്കി ഹൈമാസ്റ്റ് ലൈറ്റ് സ്ഥാപിക്കുകയും മാസാമാസം KSEBക്ക് കറണ്ട് ബില്ല് നൽകുകയും ചെയ്തിട്ട് ജനങ്ങൾക്ക് ഉപകാരമില്ലാത്ത ഈ ഹൈമാസ്റ്റ് ലൈറ്റ് എന്തിനാണ് എന്നാണ് നാട്ടുകാർ ചോദിക്കുന്നത്. പഞ്ചായത്ത് അധികൃതർ ഇടപെട്ട് ഈ പാഴ്മരങ്ങൾ എത്രയും പെട്ടെന്ന് മുറിച്ചു മാറ്റണമെന്നാണ് നാട്ടുകാരുടെയും യാത്രക്കാരുടെയും ആവശ്യം. ലൈറ്റ് ഇത് ഒരെണ്ണം കത്തണുള്ളൂ, വേറെ ഒന്നും കത്തണില്ല. അതുപോലെ തന്നെ ഈ മരങ്ങൾ കംപ്ലീറ്റ് റോഡിലേക്ക് നടക്കണേ, അതിനൊരു ഇതില്ല. വില്ലേജിലൊക്കെ ഞങ്ങൾ ചെന്ന് പറഞ്ഞിട്ടൊന്നും അവർ അത് മൈൻഡ് ചെയ്യുന്നില്ല. പിന്നെ ഈ മരം അവിടെ നിന്ന് ഇങ്ങോട്ട് വീണ് കഴിഞ്ഞാൽ ഈ ഓട്ടോറിക്ഷ വീഴുക, ഞങ്ങളുടെ ജീവൻ ഒക്കെ അപകടത്തിലാണ്. ഇത് അധികാരികൾ ആരും തിരിഞ്ഞു നോക്കുന്നില്ല. എത്രയും പെട്ടെന്ന് കാശ് ചിലവാക്കിയിട്ട് ഈ ലൈറ്റ് പിടിപ്പിച്ചിട്ട് ആ ലൈറ്റിന് കംപ്ലീറ്റ് മറിയാം. ഒരു ലൈറ്റ് അതിൽ കത്തണുള്ളൂ. ഇതിൽ ക്യാമറയുടെ എല്ലാ സജ്ജീകരണങ്ങളുള്ള ഒരു ഏരിയ. ലൈറ്റിലാണ്ട് എന്താ കാര്യം ക്യാമറ വെച്ചിട്ട് ഇതിന് അധികാരികൾ തിരിഞ്ഞു നോക്കണില്ലേ. ഞങ്ങൾക്കാണെങ്കിൽ ഇവിടെ വണ്ടി ഓടിക്കാൻ പേടി. മരം ഒരു മരത്തിൽ ഇങ്ങോട്ട് മറിഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ ജീവൻ അപകടത്തിൽ. എല്ലാം ഇതും വന്നു കഴിഞ്ഞിട്ടാണ് ഗവൺമെൻറ് അതിൻ്റെ അധികാരികൾ വരുള്ളൂ. അതിക്ക് മുമ്പ് ഇത്തരം കാര്യങ്ങളൊക്കെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളൊക്കെ നോക്കി ചെയ്യേണ്ട കാര്യങ്ങളാണ്. ആരും തിരിഞ്ഞു നോക്കണില്ല, ഇങ്ങോട്ട് ചെയ്യുന്നില്ല. ഞങ്ങൾ എല്ലാവരോടും കാര്യങ്ങൾ പറയുന്നുണ്ട്. ഞങ്ങളുടെ ജീവൻ വരെ അപകടത്തിൽ. അതുപോലെ ദിനം പ്രതി ഇവിടെ വണ്ടികൾ തിരിഞ്ഞു പോണ ഏരിയ, ഒരാളും തിരിഞ്ഞു നോക്കുന്നില്ല. ഇവിടെ ഞങ്ങളാണ് എല്ലാവരും ഓരോന്നുകൾ പറഞ്ഞ് മനസ്സിലാക്കി അവിടെ നിർത്തും ഇവിടെ നിർത്തുന്നൊക്കെ പറയുന്നത്. ഇങ്ങനെയാണ് ഞങ്ങളുടെ അവസ്ഥ. അത് അധികാരികൾ അത് ഏറ്റെടുത്ത് ചെയ്യണമെന്നാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. കാശ് ചിലവാക്കിയിട്ട് ആ ലൈറ്റ് വെച്ചിട്ട് ആ ലൈറ്റ് കൊണ്ട് ഒരു ഉപകാരം ആർക്കും ഇല്ല, ജനങ്ങൾക്കില്ല. ഇവിടുന്ന് വണ്ടികൾ വരുന്നുണ്ട്. എന്നും ഇവിടെ ആക്സിഡൻറ്റും പാളാണ്. ഞങ്ങളാണ് കൊണ്ടുപോകണതും കൊണ്ടുവരുന്നതൊക്കെ. ഞങ്ങളിപ്പോൾ കാശ് നോക്കിയിട്ടുണ്ടല്ലോ ആക്സിഡൻറ്റ് പറ്റിയ ആൾക്കാരെ നമ്മൾ കൊണ്ടുപോകണതും കാര്യങ്ങളും. ഈ ഒരു കാറ്റ് വന്നു കഴിഞ്ഞാൽ, ഒരു മഴ വന്നാൽ നമ്മൾ പേടിച്ചിട്ട് വേണം അവിടെ നിൽക്കാൻ. എല്ലാ കൊമ്പും റോഡിലേക്കാണ് നിൽക്കണത്. അതിങ്ങനെ ചെരിഞ്ഞ് വരണ കാണുമ്പോൾ തന്നെ നമുക്ക് പേടിയാവുക. നമ്മളിത് അധികാരികൾക്ക് എല്ലാവർക്കും കംപ്ലൈൻ്റൊക്കെ കൊടുത്തിട്ടില്ല. പക്ഷേ ആരും ഇതേവരെ ഒന്നും ചെയ്തിട്ട് ഇനി എന്തെങ്കിലും വന്ന് അപകടങ്ങൾ പറ്റിയതിന് ശേഷം ഒരു വരവും കാര്യങ്ങളും ഉണ്ടാവുക. അത്ര പറയാനുള്ളൂ. മരങ്ങൾ എന്തായാലും വലിയ അപകട രീതിയിലാണ് നിൽക്കുന്നത്. അതെല്ലാവർക്കും കണ്ടറിയുകയും ചെയ്യാം. പിന്നെ അവിടെ പരമാവധി കാറുകൾ പാർക്ക് ചെയ്യുമ്പോൾ അതും ഭയങ്കര ബുദ്ധിമുട്ടാണ്. വില്ലേജുകാരുടെ കയ്യിലെല്ലാം തോന്നുന്നത് പഞ്ചായത്തിൻ്റെ കയ്യിലിരിക്കുന്നത്. പഞ്ചായത്ത് അത് ചെയ്യുന്നത്. വില്ലേജ് ഇപ്പം ഞങ്ങൾ കിടക്കില്ല. ആദ്യം വില്ലേജ് സാറുള്ളപ്പോൾ എല്ലാ മരങ്ങളും മുറിച്ചിട്ട് ഇറക്കി അടിപൊളിയാക്കി തരാറുള്ളതാണ് കൂടെ. ഇപ്പോൾ പെട്ടെന്ന് വളർന്ന മരങ്ങളാണ് പെട്ടെന്ന് തന്നെ ഇടിഞ്ഞു വീഴുകയും ചെയ്യും. പെട്ടെന്ന് മുറിച്ച് മാറ്റുന്നതാണ് നല്ലത്. അല്ലെങ്കിൽ വീണ്ടും ഒരു അപകടം ഇവിടെ ഉണ്ടാവാൻ സാധ്യതയില്ല. ലൈവ് ന്യൂസ് പുതുക്കാട്.